ദൈവത്തിൻ്റെ പരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. വേദപുസ്തകം ഒരു വർഷം കൊണ്ട് വായിച്ചു തീർക്കുന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വേദഭാഗ വായനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം. അനന്തരം ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ച് അവനോട് ആജ്ഞാപിച്ച് പറഞ്ഞത്, നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെടുക്കരുത്. പുറപ്പെട്ട് പദ്ദൻ അരാമിൽ നിന്റെ അമ്മയുടെ അപ്പനായ ബെതുവേലിൻ്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ നിന്ന് നിനക്ക് ഒരു ഭാര്യ എടുക്കാം. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താനപുഷ്ടിയുള്ളവനായി പെരുക്കുകയും ദൈവം അബ്രഹാമിന് കൊടുത്തതും നീ പരദേശിയായി പാർക്കുന്നതുമായ ദേശം നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിൻ്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും തരികയും ചെയ്യുമാറാകട്ടെ. അങ്ങനെ ഇസ്ഹാക്ക് യാക്കോബിനെ പറഞ്ഞയച്ചു. അവൻ പദ്ദൻ ആരാമിൽ അരാമ്യനായ ബെതുവേലിൻ്റെ മകനും യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും അമ്മയായ റിബേക്കായുടെ സഹോദരനുമായ ലാബാന്റെ അടുക്കൽ പോയി. ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ച് പദ്ദൻ അരാമിൽ നിന്ന് ഒരു ഭാര്യയെ എടുപ്പാൻ അവനെ അവിടേക്ക് അയച്ചതും അവനെ അനുഗ്രഹിക്കുമ്പോൾ, നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യ എടുക്കരുത് എന്ന് അവനോട് കൽപ്പിച്ചതും യാക്കോബ് അപ്പനെയും അമ്മയെയും അനുസരിച്ച് പദ്ദൻ അരാമിലേക്ക് പോയതും ഏശാവ് അറിഞ്ഞപ്പോൾ, കനാന്യ സ്ത്രീകൾ തൻ്റെ അപ്പനായ ഇസഹാക്കിന് ഇഷ്ടമുള്ളവരല്ല എന്ന് കണ്ട് ഏശാവ് ഇസ്മായേലിൻ്റെ അടുക്കൽ ചെന്ന് തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ അബ്രഹാമിൻ്റെ മകനായ ഇസ്മായേലിൻ്റെ മകളും നെബായോത്തിൻ്റെ സഹോദരിയുമായ മഹലത്തിനെയും വിവാഹം കഴിച്ചു. എന്നാൽ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ടു ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയിണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലയണയായി വച്ചിരുന്ന കല്ല് എടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബെഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോടുകൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവും ആകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം. പിന്നെ യാക്കോബ് പ്രയാണം ചെയ്തു കിഴക്കോറുള്ള ദേശത്തെത്തി. അവൻ വെളിമ്പ്രദേശത്ത് ഒരു കിണർ കണ്ടു. അതിനരികെ 3 ആട്ടിൻകൂട്ടം കിടക്കുന്നു. ആ കിണറ്റിൽ നിന്നായിരുന്നു ആട്ടിൻകൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത്. എന്നാൽ കിണറ്റിൻ്റെ വായ്ക്കലുള്ള കല്ല് വലുതായിരുന്നു. ആ സ്ഥലത്ത് കൂട്ടങ്ങളൊക്കെ കൂടുകയും അവർ കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും കല്ല് കിണറ്റിൻ്റെ വായ്ക്കൽ അതിൻ്റെ സ്ഥലത്ത് തന്നെ തിരികെ വയ്ക്കുകയും ചെയ്യും. യാക്കോബ് അവരോട്, സഹോദരന്മാരെ, നിങ്ങൾ എവിടത്തുകാർ എന്ന് ചോദിച്ചതിന് ഞങ്ങൾ ഹാരാന്യർ എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ
നാഹോറിന്റെ മകനായ ലാബാനെ അറിയുമോ എന്ന് ചോദിച്ചതിന് അറിയുമെന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, അവൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. സുഖം തന്നെ, അവൻ്റെ മകൾ റാഹേൽ അതാ ആടുകളോടുകൂടെ വരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. പകൽ ഇനിയും വളരെയുണ്ടല്ലോ, കൂട്ടം ഒന്നിച്ച് കൂടുന്ന നേരമായിട്ടില്ല. ആടുകൾക്ക് വെള്ളം കൊടുത്ത് കൊണ്ടുപോയി തീറ്റുവിനെന്ന് അവൻ പറഞ്ഞതിന് അവർ, കൂട്ടങ്ങളൊക്കെയും കൂടുവോളം ഞങ്ങൾക്ക് വഹിയ. അവർ കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടും, പിന്നെ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞു. അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ റാഹേൽ തൻ്റെ അപ്പൻ്റെ ആടുകളോടുകൂടെ വന്നു. അവളായിരുന്നു അവയെ മേയിച്ചു വന്നത്. തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ മകൾ റാഹേലിനെയും അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്തു ചെന്നു കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. യാക്കോബ് റാഹേലിനെ ചുംബിച്ചു, പൊട്ടിക്കരഞ്ഞു. താൻ അവളുടെ അപ്പൻ്റെ സഹോദരനെന്നും റിബേക്കായുടെ മകനെന്നും യാക്കോബ് റാഹേലിനോട് പറഞ്ഞു. അവൾ ഓടിച്ചെന്ന് തൻ്റെ അപ്പനെ അറിയിച്ചു. ലാബാൻ തൻ്റെ സഹോദരിയുടെ മകനായ യാക്കോബിൻ്റെ വസ്തുത കേട്ടപ്പോൾ അവനെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്ത് ചുംബിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ ലാബാനോടും വിവരമൊക്കെയും പറഞ്ഞു. ലാബാൻ അവനോട്, നീ എൻ്റെ അസ്ഥിയും മാംസവും തന്നെ എന്ന് പറഞ്ഞു. അവൻ 1 മാസക്കാലം അവൻ്റെ അടുക്കൽ പാർത്തു. പിന്നെ ലാബാൻ യാക്കോബിനോട്, നീ എൻ്റെ സഹോദരനാകുകൊണ്ട് വെറുതെ എന്നെ സേവിക്കണമോ? നിനക്കെന്ത് പ്രതിഫലം വേണം? എന്നോട് പറക എന്ന് പറഞ്ഞു. എന്നാൽ ലാബാന് 2 പുത്രിമാരുണ്ടായിരുന്നു. മൂത്തവൾക്ക് ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേർ. ലേയായുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു. റാഹേലോ സുന്ദരിയും മനോഹര രൂപണിയും ആയിരുന്നു. യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു. നിന്റെ ഇളയ മകൾ റാഹേലിന് വേണ്ടി ഞാൻ 7 സംവത്സരം നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. അതിന് ലാബാൻ, ഞാൻ അവളെ അന്യപുരുഷന് കൊടുക്കുന്നതിലും നിനക്ക് തരുന്നത് നല്ലത്, എന്നോട് കൂടെ പാർക്ക എന്ന് പറഞ്ഞു. അങ്ങനെ യാക്കോബ് റാഹേലിന് വേണ്ടി 7 സംവത്സരം സേവ ചെയ്തു. അവൻ അവളെ സ്നേഹിക്കൊണ്ട് അത് അവന് അല്പകാലം പോലെ തോന്നി. അനന്തരം യാക്കോബ് ലാബാനോട്, എൻ്റെ സമയം തികഞ്ഞിരിക്കിയാൽ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുവാൻ അവളെ തരയണമെന്ന് പറഞ്ഞു. അപ്പോൾ ലാബാൻ ആ സ്ഥലത്തെ ജനങ്ങളെയെല്ലാം ഒന്നിച്ചുകൂട്ടി ഒരു വിരുന്ന് കഴിച്ചു. എന്നാൽ രാത്രിയിൽ അവൻ തൻ്റെ മകൾ ലേയായെ കൂട്ടി അവൻ്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കി. അവൻ അവളുടെ അടുക്കൽ ചെന്നു. ലാബാൻ തൻ്റെ മകൾ ലേയയ്ക്ക് തൻ്റെ ദാസി സിൽപ്പായെ ദാസിയായി കൊടുത്തു. നേരം വെളുത്തപ്പോൾ അത് ലേയ എന്ന് കണ്ട് അവൻ ലാബാനോട്, നീ എന്നോട് ചെയ്തതെന്ത്? റാഹേലിന് വേണ്ടിയല്ലയോ ഞാൻ നിന്നെ സേവിച്ചത്? നീ എന്തിന് എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു. അതിന് ലാബാൻ, മൂത്തവൾക്ക് മുമ്പേ ഇളയവളെ കൊടുക്ക ഞങ്ങളുടെ ദിക്കിൽ നടപ്പില്ല. ഇവരുടെ ആഴ്ചവട്ടം നിവർത്തിക്കുക. എന്നാൽ നീ ഇനിയും 7 സംവത്സരം എൻ്റെ അടുക്കൽ ചെയ്യുന്ന സേവയ്ക്ക് വേണ്ടി ഞങ്ങൾ അവളെയും നിനക്ക് തരാം എന്ന് പറഞ്ഞു. യാക്കോബ് അങ്ങനെ തന്നെ ചെയ്തു. അവളുടെ ആഴ്ചവട്ടം നിവർത്തിച്ചു. അവൻ തൻ്റെ മകൾ റാഹേലിനെയും അവന് ഭാര്യയായി കൊടുത്തു. തൻ്റെ മകൾ റാഹേലിന് ലാബാൻ തൻ്റെ ദാസി ബിൽഹായെ ദാസിയായി കൊടുത്തു. അവൻ റാഹേലിൻ്റെ അടുക്കലും ചെന്നു റാഹേലിനെ ലേയേക്കാൾ അധികം സ്നേഹിച്ചു. പിന്നെയും 7 സംവത്സരം അവൻ്റെ അടുക്കൽ സേവ ചെയ്തു. ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു. റാഹേലോ മച്ചിയായിരുന്നു. ലേയ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. യഹോവ എൻ്റെ സങ്കടം കണ്ടു, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞു അവൾ അവന് റൂബേൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അനിഷ്ട എന്ന് യഹോവ കേട്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവന് ശിമയോൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഈ സമയം എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും, ഞാൻ അവന് 3 പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് ലേവി എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു. പിന്നെ അവൾക്ക് പ്രസവം നിന്നു.
ഉൽപ്പത്തി പുസ്തകം 30 അധ്യായം. താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ട് തൻ്റെ സഹോദരിയോട് അസൂയപ്പെട്ട് യാക്കോബിനോട്, എനിക്ക് മക്കളെ തരയണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബിന് റാഹേലിനോട് കോപം ജ്വലിച്ചു. നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്തോ ഞാൻ എന്ന് പറഞ്ഞു. അതിന് അവൾ, എൻ്റെ ദാസി ബിൽഹ ഉണ്ടല്ലോ, അവളുടെ അടുക്കൽ ചെല്ലുക, അവൾ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ, അവളാൽ എനിക്കും മക്കളുണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ തൻ്റെ ദാസി ബിൽഹായെ അവന് ഭാര്യയായി കൊടുത്തു. യാക്കോബ് അവളുടെ അടുക്കൽ ചെന്നു. ബിൽഹ ഗർഭം ധരിച്ചു, യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ റാഹേൽ, ദൈവം എനിക്ക് ന്യായം നടത്തി എൻ്റെ അപേക്ഷ കേട്ട് എനിക്കൊരു മകനെ തന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ദാൻ എന്ന് പേരിട്ടു. റാഹേലിൻ്റെ ദാസി ബിൽഹ പിന്നെയും ഗർഭം ധരിച്ചു, യാക്കോബിന് രണ്ടാമതൊരു മകനെ പ്രസവിച്ചു. ഞാൻ എൻ്റെ സഹോദരിയോട് വലിയൊരു പോർ പൊരുത് ജയിച്ചുമിരിക്കുന്നു എന്ന് റാഹേൽ പറഞ്ഞ് അവന് നഫ്താലി എന്ന് പേരിട്ടു. തനിക്ക് പ്രസവം നിന്നുപോയി എന്ന് ലേയ കണ്ടാറെ തൻ്റെ ദാസി സിൽപ്പായെ വിളിച്ച് അവളെ യാക്കോബിന് ഭാര്യയായി കൊടുത്തു. ലേയായുടെ ദാസി സിൽപ്പ യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ ലേയ ഭാഗ്യം എന്ന് പറഞ്ഞ് അവന് ഗാദ് എന്ന് പേരിട്ടു. ലേയായുടെ ദാസി സിൽപ്പ യാക്കോബിന് രണ്ടാമതൊരു മകനെ പ്രസവിച്ചു. ഞാൻ ഭാഗ്യവതി, സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് പറയും എന്ന് ലേയ പറഞ്ഞ് അവന് ആശേർ എന്ന് പേരിട്ടു. കോതമ്പ് കൊയ്ത്ത് കാലത്ത് രൂബേൻ പുറപ്പെട്ട് വയലിൽ ദൂതായി പഴം കണ്ട് തൻ്റെ അമ്മയായ ലേയായുടെ അടുക്കൽ കൊണ്ടുവന്നു. റാഹേൽ ലേയയോട്, നിന്റെ മകൻ്റെ ദൂതായി പഴം കുറെ എനിക്ക് തരയണം എന്ന് പറഞ്ഞു. അവൾ അവളോട്, നീ എൻ്റെ ഭർത്താവിനെ എടുത്തത് പോരായോ, എൻ്റെ മകൻ്റെ ദൂതായി പഴം കൂടെ വേണമോ എന്ന് പറഞ്ഞതിന് റാഹേൽ, ആകട്ടെ, നിന്റെ മകൻ്റെ ദൂതായി പഴത്തിനു വേണ്ടി ഇന്ന് രാത്രി അവൻ നിന്നോടുകൂടെ ശയിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വരുമ്പോൾ ലേയ അവനെ എതിരേറ്റ് ചെന്നു. നീ എൻ്റെ അടുക്കൽ വരേണം, എൻ്റെ മകൻ്റെ ദൂതായി പഴം കൊണ്ട് ഞാൻ നിന്നെ കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് രാത്രി അവൻ അവളോട് കൂടെ ശയിച്ചു. ദൈവം ലേയായുടെ അപേക്ഷ കേട്ടു. അവൾ ഗർഭം ധരിച്ചു. യാക്കോബിന് അഞ്ചാമത് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ ലേയ, ഞാൻ എൻ്റെ ദാസിയെ എൻ്റെ ഭർത്താവിന് കൊടുക്കാത്തതുകൊണ്ട് ദൈവം എനിക്ക് കൂലി തന്നു എന്ന് പറഞ്ഞ് അവന് ഇസ്സാഖാർ എന്ന് പേരിട്ടു. ലേയ പിന്നെയും ഗർഭം ധരിച്ചു. യാക്കോബിന് ആറാമതൊരു മകനെ പ്രസവിച്ചു. ദൈവം എനിക്ക് ഒരു നല്ല ദാനം തന്നിരിക്കുന്നു, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് കൂടെ വസിക്കും, ഞാൻ അവന് 6 മക്കളെ പ്രസവിച്ചുവല്ലോ എന്ന് ലേയ പറഞ്ഞ് അവന് സെബുലൂൻ എന്ന് പേരിട്ടു. അതിൻ്റെ ശേഷം അവൾ ഒരു മകളെ പ്രസവിച്ച് അവൾക്ക് ദീന എന്ന് പേരിട്ടു. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ദൈവം എന്നെ നിന്ന നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്നും പറഞ്ഞ് അവന് യോസേഫ് എന്ന് പേരിട്ടു. റാഹേൽ യോസഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട്, ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം, ഞാൻ നിന്നെ സേവിച്ചതിൻ്റെ പ്രതിഫലമായ എൻ്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരയണം, ഞാൻ പോകട്ടെ, ഞാൻ നിന്നെ സേവിച്ച സേവ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ലാബാൻ അവനോട്, നിനക്കെന്നോട് ദയ ഉണ്ടെങ്കിൽ പോകരുതേ, നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു, നിനക്കെന്ത് പ്രതിഫലം വേണം എന്ന് പറക, ഞാൻ തരാം എന്ന് പറഞ്ഞു. അവൻ അവനോട്, ഞാൻ നിന്നെ എങ്ങനെ സേവിച്ചു എന്നും നിന്റെ ആട്ടിൻകൂട്ടം എൻ്റെ പക്കൽ എങ്ങനെ ഇരുന്നു എന്നും നീ അറിയുന്നു. ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ കാൽ വെച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി എൻ്റെ സ്വന്തം ഭവനത്തിനു വേണ്ടി ഞാൻ എപ്പോൾ കരുതും എന്ന് പറഞ്ഞു. ഞാൻ നിനക്ക് എന്തു തരയണം എന്ന് അവൻ ചോദിച്ചതിന് യാക്കോബ് പറഞ്ഞത്, നീ ഒന്നും തരേണ്ട, ഈ കാര്യം നീ ചെയ്തു തന്നാൽ ഞാൻ നിന്റെ ആട്ടിൻകൂട്ടത്തെ ഇനിയും മേയിച്ച് പാലിക്കാം. ഞാനിന്ന് നിന്റെ എല്ലാ കൂട്ടങ്ങളിലും കൂടി കടന്ന് അവയിൽ നിന്ന് പുള്ളിയും മറവുമുള്ള ആടുകളൊക്കെയും
ചെമ്മരി ആടുകളിൽ കറുത്തതിനെയൊക്കെയും കോലാടുകളിൽ പുള്ളിയും മറവുമുള്ളതിനെയൊക്കെയും വേർതിരിക്കാം. അത് എൻ്റെ പ്രതിഫലമായിരിക്കട്ടെ. നാളെ ഒരിക്കൽ എൻ്റെ പ്രതിഫലം സംബന്ധിച്ച് നീ നോക്കുവാൻ വരുമ്പോൾ എൻ്റെ നീതി തെളിവായിരിക്കും. കോലാടുകളിൽ പുള്ളിയും മറവുമില്ലാത്തതും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമല്ലാത്തതുമെല്ലാം മോഷ്ടിച്ചതായി എണ്ണാം. അതിന് ലാബാൻ നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു. അന്നു തന്നെ അവൻ വരയും മറവുമുള്ള മുട്ടാടുകളെയും പുള്ളിയും മറവുമുള്ള പെൺ കോലാടുകളെയൊക്കെയും വെണ്മയുള്ളതിനെയൊക്കെയും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമുള്ളതിനെയൊക്കെയും വേർതിരിച്ച് അവൻ്റെ പുത്രന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ തനിക്കും യാക്കോബിനും ഇടയിൽ 3 ദിവസത്തെ വഴി അകലം വെച്ചു. യാക്കോബിൻ്റെ ശേഷമുള്ള ആട്ടിൻകൂട്ടങ്ങളെ യാക്കോബ് മേയിച്ചു. എന്നാൽ യാക്കോബ് പുന്നവൃക്ഷത്തിൻ്റെയും ബദാം വൃക്ഷത്തിൻ്റെയും അരിഞ്ഞിൽ വൃക്ഷത്തിൻ്റെയും പച്ചക്കൊമ്പുകളെ എടുത്ത് അവയിൽ വെള്ള കാണത്തക്കവണ്ണം വെള്ളവരയായി തോലുരിച്ചു. ആടുകൾ കുടിപ്പാൻ വന്നപ്പോൾ അവൻ താൻ തോലുരിച്ച കൊമ്പുകളെ പാത്തികളിലും വെള്ളം പകരുന്ന തൊട്ടികളിലും ആടുകളുടെ മുമ്പിൽ വെച്ചു. അവ വെള്ളം കുടിപ്പാൻ വന്നപ്പോൾ ചനയേറ്റു. ആടുകൾ കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേറ്റു. വരയും പുള്ളിയും മറവുമുള്ള കുട്ടികളെ പെറ്റു. ആ ആട്ടിൻകുട്ടികളെ യാക്കോബ് വേർതിരിച്ച് ആടുകളെ ലാബാന്റെ ആടുകളിൽ വരയും മറവുമുള്ള എല്ലാറ്റിനും അഭിമുഖമായി നിർത്തി. തൻ്റെ സ്വന്തം കൂട്ടങ്ങളെ ലാബാന്റെ ആടുകളോട് ചേർക്കാതെ വേറെയാക്കി. ബലമുള്ള ആടുകൾ ചനയേൽക്കുമ്പോഴൊക്കെയും കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേൽക്കേണ്ടതിന് യാക്കോബ് ആ കൊമ്പുകളെ പാത്തികളിൽ ആടുകളുടെ കണ്ണിനു മുമ്പിൽ വച്ചു. ബലമില്ലാത്ത ആടുകൾ ചനയേൽക്കുമ്പോൾ അവയെ വച്ചില്ല. അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനും ആയിത്തീർന്നു. അവൻ മഹാസമ്പന്നനായി. അവന് വളരെ ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു. ഇവിടെ ഇന്നത്തേക്കുള്ള തിരുവചന വേദഭാഗം വായിച്ചവസാനിക്കുന്നു. ഈ വായിച്ചു കേട്ട തിരുവെഴുത്തുകളാൽ ദൈവം നമ്മെ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.